ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ മീറ്റിംഗ് നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട MP PT ഉഷ MP ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഒക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ട് റൺ നമുക്ക് കേരളത്തിലേക്ക് അനുവദിച്ച് കിട്ടിയത്. ഇന്ന് കോർപ്പറേഷൻ നേതൃത്വമായിട്ടും MP സംസാരിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു സന്തോഷം കൂടി നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് 2036 നമ്മുടെ രാജ്യത്ത് ഒളിമ്പിക്സ് നടക്കുമ്പോൾ അതിൽ ഒരു വേദിയായി കേരളം മാറും, തിരുവനന്തപുരം മാറും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പുകളിലൊന്ന് കൂടിയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. കായിക രംഗത്ത് ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുവാനൊക്കെയായി ലോകം മുഴുവൻ തന്നെ ആചരിക്കുന്ന ഈ ദിനത്തിൽ ഇതിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തിരുവനന്തപുരത്ത് ഒരു അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒളിമ്പിക് അസോസിയേഷൻ്റെയുമായുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായൊക്കെ ആലോചിച്ചിട്ട് എന്തൊക്കെ തരത്തിലുള്ള പിന്തുണയാണോ, ഏതൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളാണോ തിരുവനന്തപുരത്ത് ആവശ്യം, അതൊക്കെ തന്നെ നൽകുവാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ വളരെ നേരത്തെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ A to Z സംഘാടനത്തിലും വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയുള്ള മുഴുവൻ കോർപ്പറേഷൻ്റെ മെഷീനറിയും കോർപ്പറേഷൻ്റെ ജീവനക്കാരും അതോടൊപ്പം തന്നെ 101 കൗൺസിലർമാരുടെയും സേവനം ഇതിനുവേണ്ടി വിനിയോഗിക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ 100% സന്നദ്ധരാണ്. രാജ്യം തന്നെ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിട്ട് ജൂൺ 23 പരിപാടി മാറ്റുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിന് എല്ലാ പിന്തുണയും കോർപ്പറേഷൻ നൽകുകയാണ്.